നീ പറയുന്നതൊക്കെ ശരിയാണ് സാഗറെ, നിന്റെ ഭാഗത്ത് തെറ്റില്ലായിരിക്കാം. പക്ഷേ നിനക്കിപ്പൊ ജാമ്യം കിട്ടിയത് നീ കാറിനകത്ത് വെച്ച കഞ്ചാവിന്റെ അളവ് കുറവായതുകൊണ്ടാണ്, അല്ലാതെ നിന്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടല്ല. നീ അത് തെളിയിക്കുന്നവരെ ജോലി തരാൻ നിർവാഹമില്ല. നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നറിഞ്ഞാൽ അടുത്ത നിമിഷം നിനക്ക് എന്റെ കാറിന്റെ വളയം പിടിക്കാം. എന്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്കറിയാം സാറേ, പക്ഷെ അതെങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല. അവിടെ പിന്നെ എന്ത് ചെയ്യാന്? മാർക്കോയും അവന്റെ കൂട്ടുകാരനൊക്കെ പറയുന്നുണ്ട് നീ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന്. അതെനിക്കും ഏറെക്കുറെ ഉറപ്പാ. പക്ഷേ ഇപ്പോഴീ കേസ് നടക്കുക. നാളെ നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നിനക്ക് പിന്നെ ജാമ്യവും കിട്ടില്ല. പിന്നെ നീ ജയിൽ പുള്ളിയാ. അങ്ങനെ വന്ന നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്ന നിന്റെ ഭാര്യയ്ക്ക് പിന്നെ ഇരുട്ടി തപ്പേണ്ടി വരും. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടേണ്ടി വരും. അറിയാം സാർ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മഞ്ജുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അതൊന്നും അധികം പിടിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അകപ്പെട്ടു പോയത്. സാരമില്ല സാർ, ഒരു വഴി അറിയുമ്പോൾ മറ്റൊരു വഴി ദൈവം കാണിച്ചു തരും. കുറച്ചുനാളെ സാറിനൊപ്പം ജോലി ചെയ്തോളൂവെങ്കിലും അത്രയും നാളും നല്ല അനുഭവമായിരുന്നു എനിക്ക്. അതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ സാറിനെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പ് ചോദിക്കുക. എടോ ഒന്ന് നിന്നെ. ഇവിടെ ജോലിയില്ലെന്ന് കരുതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. എന്റെ കഴിവിനനുസരിച്ച് സഹായങ്ങൾ ചെയ്യാം. സാറിനെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ സാർ. പിന്നെ ഇപ്പൊ എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്. അതിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പണം ഉണ്ടാക്കാനായി ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. എന്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് അതിനുള്ള സാഹചര്യം ദൈവങ്ങൾ ഉണ്ടാക്കി തരുമായിരിക്കും. എങ്ങനെയുണ്ടിപ്പോ? അടിവയറ്റിലൊക്കെ നല്ല വേദനയുണ്ട്, നല്ല കത്തല് പോലെ. എന്താ ഡോക്ടർ ഇങ്ങനെ? ഏയ് ഒന്നുമില്ല. അച്ഛനും മുത്തശ്ശിയൊക്കെ പുറത്തുണ്ടോ? എല്ലാവരും ഉണ്ട്. ഞാൻ അവരോട് ഒന്ന് കാണാൻ പറയാം. എല്ലാവർക്കും കൂടി ഒന്നിച്ചു വന്ന് കാണാനൊന്നും പറ്റില്ല. പക്ഷേ ഒരാളെ ഇങ്ങോട്ട് വിടാം.